ചെവിട്ടില് പറയും. എന്നാലും ആധികാരികമായിട്ട് നോൽമ്പ് സൽക്കാരത്തിന്റെ ആ ലാസ്റ്റ് കൊടുതി അത്താഴച്ചോറാണ്. രാത്രി 2:30 മണിക്ക് അമ്മായി ഞങ്ങളെ വിളിച്ചുണർത്തി. ഞങ്ങളെല്ലാവരും കണ്ണും തിരുമ്പി എണീറ്റ് കയ്യും മുഖമൊക്കെ കഴുകി അങ്ങോട്ട് ചെന്ന് ഇരുന്ന് നോക്കുമ്പോ എന്നോട് പറയാ, കടിച്ചു മുറിച്ച് തിന്നിടാൻ നിർത്തി പൊരിച്ച കോഴിയാണ്. കോഴി പെണ്ണാണ്. എടാ 5-6 കോഴിനെ നട്ടപ്പാതിര സമയത്ത് അമ്മായി ഇങ്ങനെ നിർത്തി പൊരിച്ചൊക്കെ മനസ്സിലായി. കാരണം എത്ര പാടുപെട്ടുണ്ടാവും. ഞാൻ ചോദിച്ച അമ്മായി എന്തിനാ നിങ്ങൾ ഇതിനെ നിർത്തി പൊരിച്ച് ഇടങ്ങാറായത്, ഇതിനെങ്ങനെ കിടത്തി പൊരിച്ചുകൂടെയിരുന്നു നിങ്ങൾക്ക് എന്ന് ചോദിച്ച സമയത്ത് അമ്മായി പറയണത് ശരിയാവൂല. കടിച്ചു മുറിച്ച് തിന്നിടാനായി നിർത്തി പൊരിച്ച കോഴിയാണ്. വയർ നിറച്ചിടുന്നതിന് വളർമയിൽ നെയ്ച്ചോറ് തന്നെ. ഇവകളമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിശപ്പൂമോന്റെ സദസ്സിൽ വെച്ചിട്ട് മുണങ്ങി. ഇത് മുണങ്ങി നിർത്തി പൊരിച്ച 5-6 കോഴിനെ നട്ടപ്പാതിര സമയത്ത് കൊടുന്നിട്ട് അമ്മായി ഞങ്ങളോട് മുണങ്ങാൻ. യാമ 1-ാം തീയതി വരെ മുണങ്ങി അത് പോകൂല. ഞാൻ പറഞ്ഞു, പൊന്നാരമ്മായി ഞങ്ങൾ മഞ്ചേരി ഭാഗത്തുള്ള കുട്ടികളാണ്, ഞങ്ങൾക്ക് ഈ നിർത്തി പൊരിച്ച കോഴിനെ മുണങ്ങി ശീലല്ല. വേണമെങ്കിൽ ഞങ്ങൾ ഇതിനെങ്ങനെ തിന്നോളാം, സാമ്പിള് കാണിച്ചു കൊടുത്താണ്. അല്ലെങ്കിൽ ഞങ്ങൾ തൽക്കാലം ഈ കോഴിനെ ഒഴിവാക്കാണ്. മനസ്സിലായോ? എങ്ങനെയുണ്ട് എന്റെ അമ്മായിന്റെ സൽക്കാരം? അമ്മായി വെച്ച് വിരുന്നൊരുക്കി ആരംഭമായ അയൽവക്കാരെ പീഡിപ്പിക്കുന്നേ, ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നേ. അങ്ങനെ സൽക്കാരൊക്കെ കഴിഞ്ഞ് ഞാനും ഭാര്യയും സുഹൃത്തുക്കളും എല്ലാം കൂടി പിറ്റേന്ന് രാവിലെ അവിടുന്ന് പുറപ്പെട്ട് ഒരു 3-4 മാസം കഴിഞ്ഞ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. സംഭവം ഒന്നുമല്ല, എന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ വീട്ടിലൊന്ന് പോയി വന്നാൽ. അൽഹംദുലില്ലാഹ്, പടച്ചോനെ ഒന്ന് നീട്ടി സ്തുതിച്ച്. അതെന്താ വീട്ടിൽ പോയി എന്നാലും പറയുമ്പോ അങ്ങനെ പറയണെന്ന് പറഞ്ഞാ സംഗതിയിൽ ഞാൻ അവളോട് ആദ്യത്തെ ഭാര്യയായിട്ട് ഞാൻ നല്ല ഒരു സുഖത്തിലല്ലാന്നൊക്കെ ഒരു ലണ്ടം പൊട്ടിച്ച് കാണ്ട് സീക്രട്ട് കല്യാണം കഴിഞ്ഞതാണ്. അപ്പോ രണ്ടാളും ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയരുത് എന്നുള്ള നിലക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോ ഗാനമേളക്കാണെന്നും പറഞ്ഞു കാണ്ട് വ്യാഴം വെള്ളി ശനി ഒരാളെടുത്ത് പോകും. പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ഒരാളെടുത്ത് പോകും. സൺഡേ ഹോളിഡേ, അന്ന് ജോലിഡേ. അൽഹംദുലില്ലാഹ് നടു നിവർത്തി ഒന്ന് കിടക്കും. മനസ്സിലായ? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ആവും കാലം കൂടല്ല, കൂടിയാ പിന്നെ കോടല്ല എന്നാണല്ലോ പഴയ കാരണന്മാരെ ചൊല്ലി. പഴഞ്ചൊല്ല അങ്ങനെയാണ്. ഏതായാലും ഇവള് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എനിക്കതൊരു വലിയ ആശ്വാസം. ഞാൻ വേഗം ഒരു ഓട്ടോ വിളിച്ചു കണ്ട് ഇവളെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തു. വീട്ടിൽ കൊണ്ടാക്കി കൊടുത്ത ആ ഓട്ടോയിൽ തന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോരും. അങ്ങനെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ വിളിക്കാൻ വേണ്ടി ഇവളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാന് അവളെ വീട്ടിക്ക് പോയതാണ്. വീട്ടിൽ ചെന്ന് ഇങ്ങനെ കയറി നോക്കുമ്പോ അളിയൻ വന്നാല് ഇവളെ കീപ്പെട്ടുള്ള അനിയത്തി കുട്ടികൾക്കും ഇവളെ ആങ്ങളന്റെ മക്കൾക്കും എല്ലാവർക്കും വലിയ ഒരു ഒരു പെരുന്നാള് വന്ന പ്രതീതിയാണ്. ഞാനാണ് ചെന്ന ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടു ചെല്ലും ചെറിയ കുട്ടികൾക്ക് വേണ്ടി കളിയാക്ക വന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളാണ്. അന്ന് ആരും ഒന്നും മിണ്ടണില്ല. ആകെ ഒരു ശ്മശാന മൂകത. അവിടെ ഇങ്ങനെ തടം കെട്ടി നിൽക്കുക. എന്താപ്പത് സംഭവം എന്ന് വിചാരിച്ചിങ്ങനെ ഞാൻ ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ഞങ്ങളെ അയലോക്കക്കാരൻ ദബ്ബുട്ടുകാരൻ വീരാക്കാരനിട്ട് ഒരാളുണ്ട്. മൂപ്പർക്ക് ഇപ്പൊ ദബ്ബ് മുട്ടലൊന്നുമില്ല, ഇപ്പൊ ശ്വാസം മുട്ട് മാത്രമേ ഉള്ളൂ. ഏതായാലും മൂപ്പരിങ്ങനെ വന്നപ്പോ ഞാൻ ചോദിച്ച, അല്ല വീരാക്ക എന്താ ഇവിടെ സംഭവിച്ചത്? ഇവരാരും ഒന്നും ചോദിച്ചിട്ട് പറയണില്ലല്ലോ. എന്താ ഇപ്പൊ ഇവിടുത്തെ സംഭവം? എന്താ അവിടെ ഉണ്ടായി? എവിടെ എന്റെ ഭാര്യ എന്ന് ചോദിച്ചപ്പോ വീരാക്കന്നെ വിളിച്ചിട്ട് പറയ, കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു ഗോളിളക്കം, തറവാട്ടിൽ കുഞ്ഞാലിത്തറ
പാത്തും മാനെ കാണുന്നില്ല, നേരം വെളുത്തപ്പ കാണുന്നില്ല. കോഴിക്കോട്ടങ്ങാടി ഒരു കോളിളക്കം, കോപ്പുള്ള തറവാട്ടിൽ കുഞ്ഞാലി തറവാട്ടിൽ കുഞ്ഞിപ്പാത്തും മാനെ കാണുന്നില്ല, നേരം വെളുത്തപ്പ കാണുന്നില്ല. ഭാര്യനെ കാണാനില്ല എന്നുള്ളതാണ് ആ വീട്ടുകാരെ നടുക്കിയ സംഭവം. ശരി. അങ്ങനെ വീട്ടുകാരിൽ പലരും പല അഭിപ്രായം പറഞ്ഞു. എന്റെ അമ്മായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്റെ കുട്ടീനെ വല്ല പൊട്ടിയും വൈകിരിച്ചു കൊണ്ടേതാവും, അല്ലെങ്കിൽ വല്ല ജിന്നോ ശൈത്താൻ എന്തേലും കൊണ്ടുപോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, എന്താ മയ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഒന്നല്ലേ ജീവിക്കണത്. ഇക്കാലത്ത് എന്ത് പൊട്ടിയും ശൈത്താനുമാണ്. പൊട്ടിയും കിട്ടിയൊന്നും ആവൂല, വേറെ വല്ല ലൈനിലും ചിന്തിച്ചു നോക്കിയ. അപ്പോ ആങ്ങളെ പറഞ്ഞു, അതൊന്നും ആവൂല, ഓള് ചിലപ്പോ നമ്മളെ കുടുംബത്തേക്ക് എങ്ങോട്ടെങ്കിലും വിരുന്ന് പോയത് ആകാനാണ് സാധ്യത. അങ്ങനെ ഇവിടെ തെരച്ചില് തുടങ്ങി. നേരം രാത്രി ആയിട്ട് ഇവിടെ കാണാതായപ്പോ തെരഞ്ഞു പോവുകയാണ് നാനാഭാഗത്തേക്കും ആളുകൾ. കാറ് പറക്കുന്നുണ്ട്, കമ്പിയടിക്കുന്നുണ്ട്, കിണർ വരതുന്നുണ്ട്, മാങ്കൊമ്പിൽ നോക്കുന്നുണ്ട്. കാറ് പറക്കുന്നുണ്ട്, കമ്പിയടിക്കുന്നുണ്ട്, കിണർ വരതുന്നുണ്ട്, മാങ്കൊമ്പിൽ നോക്കുന്നുണ്ട്. പല നിലക്കും പല രൂപത്തിലുമാണ് തെരയുന്നത്. ടെലിഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്, ടെലഗ്രാം ചെയ്ത് നോക്കുന്നുണ്ട്, കാറില് ആളുകൾ തെരഞ്ഞു നടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ആണെങ്കിലും തെരഞ്ഞു പെട്ടെന്ന് കണ്ടുമുട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ പല നേർച്ചകളും വഴിപാടുകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പരിപാടി വേറെ നടക്കുന്നത്? കാറ് പറക്കുന്നുണ്ട്, കമ്പിയടിക്കുന്നുണ്ട്, കിണർ വരതുന്നുണ്ട്, മാങ്കൊമ്പിൽ വെക്കുന്നുണ്ട്. കാറ് പറക്കുന്നുണ്ട്, കമ്പിയടിക്കുന്നുണ്ട്, കിണർ വരതുന്നുണ്ട്, മാങ്കൊമ്പിൽ വെക്കുന്നുണ്ട്. കണിയാൻ പരുവന്ന് കവടി നിരത്തുന്നുണ്ട്, മലപ്പുറം പള്ളിക്കൊരു സ്വർണ്ണത്താലി നേർന്നിട്ടുണ്ട്. കണിയാൻ പരുവന്ന് കവടി നിരത്തുന്നുണ്ട്, മലപ്പുറം പള്ളിക്കൊരു സ്വർണ്ണത്താലി നേർന്നിട്ടുണ്ട്. പക്ഷെങ്കില് നേരം വെളുത്തപ്പോ കാണുന്നില്ല, കുഞ്ഞിപ്പാത്തുമ്മാരെ കാണുന്നില്ല. കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു കോളിളക്കം, കോപ്പുള്ള തറവാട്ടിൽ കുഞ്ഞാലി തറവാട്ടിൽ കുഞ്ഞിപ്പാത്തുമ്മാരെ കാണുന്നില്ല, നേരം വെളുത്തപ്പോ കാണുന്നില്ല. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രസക്തനായ ഒരു കണിയാരാണ് കൃഷ്ണക്കണിയാൻ. കൃഷ്ണക്കണിയാൻ വന്നിട്ട് കവടി നിരത്തുക. കവടി നിരത്തുക എന്ന് പറഞ്ഞാൽ ഈ കണിയാന്മാരെ പണിക്കന്മാരെ കാര്യം പറയുകയാണെങ്കിൽ പല തട്ടിപ്പും നടത്തുന്ന പല കണിയാന്മാരും ഉണ്ടാവാറുണ്ട്. ജാതകം എന്ന് പറഞ്ഞ സിനിമ കണ്ടുകണോ? ഇല്ല. പൂച്ചക്കാര് മണികെട്ടും സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ കണ്ട് കണ്ണു കാണാത്ത എന്നോട് സിനിമ കണ്ടുകണോന്ന് ചോദിച്ചാ ഞാൻ മോയന്തെന്നല്ല. ഇതിലൊക്കെ കാണാ ഈ കണിയാന്മാരുടെ തരികിട. ചേരുന്ന ജാതകം ചേരൂല എന്ന് പറഞ്ഞിട്ട് ചേരാത്ത ജാതകം ചേരുന്നൊക്കെ കൈക്കൂലി വാങ്ങിയിട്ട് പറയുന്ന കണിയാന്മാരുണ്ട്. കണിയാന്മാരെ കഥ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങളെ നാട്ടിൽ നടന്ന രസകരമായ ഒരു കഥ ഓർമ്മ വന്നത്. ഒരാചാര്യ വീട്ടില് ഭയങ്കര എന്ന് നോക്കിയാലും അസുഖവും കാര്യവും ഒക്കെ കൂടി ഏറ്റവും ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു അന്തരീക്ഷം. അങ്ങനെ ആചാര്യ ഒരു കണക്ക് നോക്കാൻ വേണ്ടിട്ട് ഒരു പണിക്കരെ വിളിച്ചു കൊടുത്തു. പണിക്കരിങ്ങനെ കൊറേ കള്ളിയൊക്കെ വരച്ചിട്ട് അതില് കൊറേ കവടിയൊക്കെ ഇങ്ങോട്ട് നിരത്തി കവടി നിരത്തിയിട്ട് ഇങ്ങനെ വരച്ച് ഓരോന്നോരോന്ന് ഇങ്ങനെ നീക്കി കൊടുന്നിട്ട് അതിന് ഒരു കവടി എടുത്ത് കാണി വേറണ്ട് വെച്ചു. ഇവനാണ് പ്രശ്നം. അതിൽ ആചാര്യ ഓടി ഇങ്ങോട്ട് വന്നാ ഇവനാണ് പ്രശ്നം, പണിയുണ്ട്, ഞാൻ അപ്പ വരട്ടോന്നും പറയണ്ട. അകത്ത് പോയിട്ട് ഓടിപ്പോയിട്ട് ഒരു അമ്മിക്കുട്ടീന്റെ എടുത്തു കൊടുത്തു. അമ്മിക്കുഴ എടുത്തു കൊടുന്നുകാണ്ട് ഈ കവടി ഒരൊറ്റ കുത്താണ്
കുത്തിയാണ് പൊട്ടിച്ചു. ഇവനെ കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല പണിക്കരെ. ആ, ശരി. അപ്പൊ